നമസ്കാരം. നാളത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻ പ്രതീക്ഷിക്കാവുന്ന ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് അശോക് ലേലാൻഡ്. അശോക് ലേലാൻഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.6% ഉയർന്ന് 175 രൂപ 60 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 51,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 28.94, ഡിവിഡൻഡ് ഈൽഡ് 1.48. അശോക് ലേലാൻഡ് അതിന്റെ 52 വീക്ക് ഹൈയിൽ നിന്നും ഡിസ്കൗണ്ട് പ്രൈസിൽ ലഭിക്കുന്നു. സ്റ്റോക്കിന്റെ 52 വീക്ക് ഹൈ 191 രൂപ 50 പൈസ. കമ്പനിയെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്, തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ സൈഡിൽ നിന്നും 1666 ബസ്സുകൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 371.16 കോടി രൂപയുടെ ഓർഡർ അശോക് ലേലാൻഡിന് ലഭിച്ചു എന്നുള്ളതാണ് പ്രധാന അപ്ഡേറ്റ്. ആൾറെഡി തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉപയോഗിക്കുന്ന 90%-ഓളം ബസ്സുകളും അശോക് ലേലാൻഡ് മാനുഫാക്ചേർഡ് ആണ്. 18,000-ലധികം ബസ്സുകളാണ് തമിഴ്നാട് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഉപയോഗിക്കുന്നത്. 1666 ബസ്സുകൾ ലഭിക്കുന്നതോടുകൂടി ഇത് 19,000-ന് മുകളിലേക്ക് കടക്കുകയും ചെയ്യും. അശോക് ലേലാൻഡിന്റെ റീസെന്റ് ബസ് വോളിയത്തിൽ വളരെ വലിയ വർധനവ് കാണാൻ സാധിക്കുന്നു. ക്വാർട്ടർ 1-ൽ തന്നെ ടോട്ടൽ ബസ് സെയിൽസിൽ 90%-ഓളം ഗ്രോത്ത് കമ്പനി അച്ചീവ് ചെയ്യുകയും ചെയ്തു. ഇത് കമ്പനിയുടെ മാർക്കറ്റ് ഷെയർ വർദ്ധിപ്പിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി മാറിയിട്ടുണ്ട്. ഇന്ത്യയിലെ ബസ് മാർക്കറ്റ് ഷെയറിൽ അശോക് ലേലാൻഡിന്റെ ഷെയർ 7.9%-ൽ നിന്നും 28.1%-ലേക്ക് ഉയർന്നിട്ടുണ്ട്. പ്രമുഖ റേറ്റിംഗ് ഏജൻസിയായ ICRA പറയുന്നത് 2024 ഫിനാൻഷ്യൽ ഇയറിൽ അശോക് ലേലാൻഡിന്റെ ബസ് സെഗ്മെന്റിൽ 12 മുതൽ 15%-ഓളം വളർച്ച നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അശോക് ലേലാൻഡിന്റെ ROE 15%-വും ROCE 11.4%-വുമാണ്. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് സഹായകമായ രീതിയിൽ 1.48% ഡിവിഡൻഡ് ഈൽഡ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. അതേസമയം ഈ കമ്പനിയെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ നെഗറ്റീവ് റിമാർക്സ് കമ്പനിക്ക് മുകളിലുള്ള ഉയർന്ന കടബാധ്യത തന്നെയാണ്. 31,161 കോടി രൂപയുടെ കടമുണ്ട്. അതേസമയം 8,260 കോടി രൂപയുടെ റിസർവ് മാത്രമേ ഉള്ളൂ. ഹിന്ദുജ ഗ്രൂപ്പിന്റെ പ്രൊമോട്ടർ അല്ലെങ്കിൽ ഹിന്ദുജ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ്. പ്രൊമോട്ടേഴ്സിന് 51.5%, FISന് 16.5%, DISന് 20.7%, പബ്ലിക്കിന് 11%-നടുത്തും സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിലെ റിസൾട്ടിൽ സെയിൽസ് 13,000 കോടിയിൽ നിന്നും 9,600 കോടിയിലേക്ക് ഇടിഞ്ഞിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 803 കോടിയിൽ നിന്നും 504 കോടിയിലേക്ക് ഇടിഞ്ഞിരുന്നു. റെയിൽ സെക്ടറിലെ സ്റ്റോക്കും നാളത്തെ ട്രേഡിംഗ് സെഷനിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കും എന്നുള്ള സൂചനയാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ടെക്സ്മാക്കോ റെയിൽ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വന്നിരുന്നു. ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷൻ എന്ന നിലയിൽ സ്റ്റോക്ക് 5.9% ഉയർന്ന് 133 രൂപ 90 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ടെക്സ്മാക്കോയുടെ ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ ഇയർ ഓൺ ഇയറിൽ സെയിൽസ് 484 കോടിയിൽ നിന്നും 805 കോടിയിലേക്ക് ഉയർന്നു. ക്വാർട്ടർ ടു ക്വാർട്ടർ 687 കോടിയിൽ നിന്നും 805 കോടിയിലേക്കാണ് സെയിൽസ് വർദ്ധിച്ചത്. 9%-നടുത്ത് ഓപ്പറേറ്റിംഗ് മാർജിൻ കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നു. നെറ്റ് പ്രോഫിറ്റ് 14 കോടിയിൽ നിന്നും 22 കോടിയിലേക്കും ക്വാർട്ടർ ടു ക്വാർട്ടർ നെറ്റ് പ്രോഫിറ്റ് 15 കോടിയിൽ നിന്നും 22 കോടിയിലേക്കും കമ്പനിക്ക് മെച്ചപ്പെടുത്താൻ സാധിച്ചു. ടെക്സ്മാക്കോ റെയിൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനി റെയിൽവേ കമ്പനികൾക്ക് ആവശ്യമായ റോളിംഗ് സ്റ്റോക്ക്, ഹൈഡ്രോ മെക്കാനിക്കൽ എക്യുപ്മെന്റ്, സ്റ്റീൽ കാസ്റ്റിംഗ് എന്നിവ മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റോക്കാണ്. ROE 1.47-ഉം ROCE 6.63%. കമ്പനിയുടെ 5 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 18%-വും പ്രോഫിറ്റ് ഗ്രോത്ത് 9%-വും ROE 3%-നടുത്തുമാണ്. റിട്ടേൺ റേഷ്യോസ് അത്ര മികച്ചതായിട്ട് കാണുന്നില്ല. ഫണ്ടമെന്റൽസും അത്ര സ്ട്രോങ് അല്ല. എന്നിരുന്നാലും സ്റ്റോക്കിൽ മൊമെന്റം ലഭിക്കുകയും ഉയർന്ന രീതിയിലുള്ള ബൈയിങ് മൊമെന്റം ക്വാർട്ടർലി റിസൾട്ടിന്റെ പശ്ചാത്തലത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. റീസെന്റ് ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ സ്റ്റോക്കിന് 125 എന്ന ലെവലിനുള്ളിൽ മികച്ച സപ്പോർട്ട് ലഭിച്ചിരുന്നു. അവിടെ നിന്നും സ്റ്റോക്ക് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 133 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ഡെയിലി കാൻഡിൽ പാറ്റേൺ പരിശോധിച്ചാൽ ഇവിടെ നിന്നും സ്റ്റോക്ക് അതിന്റെ പ്രീവിയസ് ഹൈയിലേക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. 140, 150, 160 തുടങ്ങിയ ടാർഗറ്റുകൾ ടെക്സ് റെയിൽ എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ആയി മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 120 രൂപയ്ക്ക് അടുത്താണ്. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിൽ ഇടിവ് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കായിട്ടാണ് ഡെൽറ്റ കോർപ്പ് ലിമിറ്റഡിനെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഡെൽറ്റ കോർപ്പ് 1.20% ഇടിഞ്ഞ് 139 രൂപ 50 പൈസയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 3,700 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 13.75. കഴിഞ്ഞ 6 മാസമായി ഇൻവെസ്റ്റേഴ്സിന് 30%-നടുത്ത് നെഗറ്റീവ് റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ്. സ്റ്റോക്ക് ഡൗൺവേർഡ് ട്രെൻഡിലേക്കാണ് നീങ്ങുന്നത്. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ നിന്നും സ്റ്റോക്ക് ഫർദർ ഇടിയാനുള്ള പോസിബിലിറ്റിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡെൽറ്റ കോർപ്പ് എന്ന കമ്പനിക്ക് 6,384 കോടി രൂപയുടെ GST നോട്ടീസ് ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ്. ഇതുവഴി
കമ്പനിയുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി 23,206 കോടിയിലേക്ക് മാറി. 3,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു കമ്പനിക്ക് മുകളിലുള്ള ടാക്സ് ലയബിലിറ്റിയാണ് 23,206 കോടിയുടെ ടാക്സ് ലയബിലിറ്റി. ഡെൽറ്റ കോർപ്പിന്റെ സബ്സിഡറി കമ്പനിയായ ഡെൽറ്റ ടെക് ഗെയിമിങ്ങിനാണ് 6,384 കോടി രൂപയുടെ ഷോർട്ട് ഫാൾ ടാക്സ് നോട്ടീസ് ലഭിച്ചത്. ഇതുവഴി ടോട്ടൽ ഡെൽറ്റ കോർപ്പിന് മുകളിലുള്ള ടാക്സ് ലയബിലിറ്റിയാണ് 23,000 മുകളിലേക്ക് ഉയർന്നിരിക്കുന്നത്. ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 28% ടാക്സ് ഓൺലൈൻ ഗെയിമിങ്ങിന് മുകളിൽ ഗവൺമെൻറ് ഏർപ്പെടുത്താൻ സാധിച്ചത് ഡെൽറ്റ കോർപ്പിൻ്റെ ബിസിനസ് മോഡലിനെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനി പറയത്തക്ക ഗ്രോത്ത് കാണിച്ചില്ല. കഴിഞ്ഞ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ പരിശോധിച്ചാൽ കൺസോളിഡേറ്റഡ് നെറ്റ് പ്രോഫിറ്റിൽ വെറും 1.6% വളർച്ച മാത്രമാണ് കമ്പനി നേടിയത്. 69.4 കോടി രൂപയുടെ പ്രോഫിറ്റ് ആയിരുന്നു. റവന്യൂവിൽ 270 കോടി രൂപയ്ക്ക് അടുത്തുള്ള റവന്യൂ കമ്പനി നേടി. റവന്യൂവിൽ ഒരു സ്റ്റാഗ്നേഷനും പ്രോഫിറ്റിൽ വളരെ ചെറിയ രീതിയിലുള്ള ഒരു ഗ്രോത്തും മാത്രമാണ് കാണാൻ സാധിച്ചത്. ഇപ്രാവശ്യം 28% മുകളിലുള്ള 28% മുകളിൽ ടാക്സ് ഏർപ്പെടുത്തുകയും ഉയർന്ന ടാക്സ് ലയബിലിറ്റി വരികയും ചെയ്യുന്നതുകൊണ്ട് ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ പെർഫോമൻസ് ചിലപ്പോൾ മോശമായേക്കാം. ടെക്നിക്കൽ ക്യാൻഡിൽ പാറ്റേൺ നോക്കുകയാണെങ്കിൽ 140 എന്ന ലെവലിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ 120, 110 തുടങ്ങിയ റേഞ്ചുകളിലായിരിക്കും സപ്പോർട്ട് ലഭിക്കുക. 100 രൂപ വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.